അപ്പൊ തുടങ്ങാം അല്ലേ? സ്വർണം കട്ടു അറപ്പ. സ്വർണം കട്ടു അറപ്പ. എനിക്ക് നിന്നോട് കേൾക്കാൻ, സ്വർണം കട്ടത് ആരപ്പ? കഴിഞ്ഞ തവണ ശബരിമല വിഷയം പയറ്റി അമ്പെ പരാജയപ്പെട്ടിട്ടും സർക്കാരിനെതിരെ മറ്റു വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനില്ലാത്തതുകൊണ്ട് കോൺഗ്രസ് വീണ്ടും അവതരിപ്പിക്കുന്നു സ്വർണം കട്ടത് ആരപ്പ. സ്വർണ്ണക്കൊള്ളയിൽ LDF-നെതിരെ വിരൽ ചൂണ്ടുമ്പോൾ കയ്യിലെ മറ്റ് എല്ലാ വിരലുകളും കോൺഗ്രസിനെതിരെ ചൂണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ? അതിലേറ്റവും പ്രധാനപ്പെട്ടത് സോണിയാഗാന്ധിയുടെ വസതിയിൽ സ്വർണ്ണക്കൊള്ളയിലെ പ്രധാനപ്പെട്ട രണ്ടാളുകൾ, അതൊന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്, രണ്ട് ഈ സ്വർണം വാങ്ങി എന്ന് സംശയിക്കുന്ന ബെല്ലാരിയിലെ സ്വർണ്ണക്കട ഉടമ ഗോവർദ്ധനാണ്. ഇവർ എന്ത് പറ്റിയടാ? രണ്ടുപേരും സോണിയാഗാന്ധിയുടെ വസതിയിൽ സോണിയാഗാന്ധിയോട് അടുത്തു നിന്ന് അവരുടെ കയ്യിൽ ഒരു ചരട് കെട്ടുന്ന ഫോട്ടോ ആണ് നമുക്ക് പുറത്തു വന്നത്. അത് വലിയ വിവാദമായത്. ആ ചിത്രത്തിലുള്ളത് ഒന്ന് അടൂർ പ്രകാശാണ്, രണ്ട് ആന്റോ ആന്റണിയാണ്. അപ്പോൾ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ രണ്ട് നേതാക്കൾ സോണിയാഗാന്ധിക്കൊപ്പം ഈ കൊള്ളയിൽ കുറ്റക്കാരായ അല്ലെങ്കിൽ ആരോപണ വിധേയരായ രണ്ടുപേർക്കൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസും ആരോപണ വിധേയരാണ്. ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല? വയനാടിന്റെ പിരിവിന്റെ കാര്യത്തിൽ നിരവധി ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ പല പ്രസ് ക്ലബ്ബുകളിൽ ചോദിച്ചിട്ടും ഏറ്റവും താഴെ തട്ട് മുതൽ മുകളിൽ തട്ട് വരെയുള്ള ആളുകൾക്ക് അതിന് കൃത്യമായി ഒരു ഉത്തരം പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് ട്രാൻസ്പാരൻസി ഇല്ലായ്മയേക്കാൾ കൂടുതൽ അവരുടെ വിശ്വാസ്യതയുടെ പ്രശ്നമാണ്. ഇവരെയാണോ നമ്മൾ ഭരണം ഏൽപ്പിക്കേണ്ടത് എന്നൊരു ചോദ്യം സാധാരണക്കാർക്കുണ്ടാവും. കൺവിൻസിംഗ് ആയിട്ടുള്ള ഉത്തരമാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്, അല്ലാതെ ഒഴിഞ്ഞു പോക്കോ ഒഴിഞ്ഞു മാറലോ അല്ലെങ്കിൽ മറുചോദ്യം ചോദിക്കലോ അല്ല. ശബരിമല ഉയർത്തിയാണ് കേരളത്തിൽ ഇനി കോൺഗ്രസ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് എന്ന് വരുന്നത് എത്രത്തോളം അപകടകരമായ രാഷ്ട്രീയമാണ്. കാരണം the government is trying to keep in a stand. BJP ഉയർത്തുന്ന രാഷ്ട്രീയമാണത്, ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഉത്തരേന്ത്യയിലാകെ നമുക്കറിയാലോ കോൺഗ്രസ് എന്തുകൊണ്ടാണ് തകർന്നു പോയത്. ഈ കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ തകർന്നു പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റാണ്. അതൊരു ഹിന്ദുത്വ ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് ആയിരുന്നു. അത് രാജീവ് ഗാന്ധിയുടെ കാലം മുതൽ കോൺഗ്രസ് നടത്തുന്നതാണ്. അതങ്ങനെ സംഭവിക്കൂ. ഈ നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കുന്നതിൽ കോൺഗ്രസ് വഹിച്ച പങ്ക് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ഗുജറാത്ത് കലാപമുണ്ടായി. ആ ഗുജറാത്ത് കലാപത്തിൽ ഏറ്റവും ആരോപണ വിധേയനായിരുന്നു അന്ന് നരേന്ദ്രമോദി. പല അന്വേഷണ റിപ്പോർട്ടുകളിലും നരേന്ദ്രമോദിയുടെ പേര് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. 10 വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് നരേന്ദ്രമോദിക്കെതിരെ ചെറുവിരൽ അനക്കിയിട്ടില്ല. നരേന്ദ്രമോദിക്കെതിരെ എന്തെങ്കിലും ശക്തമായൊരു നീക്കം നടത്തിയിട്ടില്ല. അന്ന് ആ നരേന്ദ്രമോദി പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ED ചോദ്യം ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് CBI പിണറായി വിജയനെ ചോദ്യം ചെയ്യാത്തത്, അറസ്റ്റ് ചെയ്യാത്തത് എന്നൊരു ചോദ്യം രാഹുൽ ഗാന്ധി ഉയർത്തുന്നുണ്ട്. സത്യത്തില് 55 മണിക്കൂർ ED ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ആ മുറിയിൽ ഇരുന്ന് രാഹുൽ ഗാന്ധി തിരിച്ചെത്തിയ ശേഷം പറയുകയാണ്, പിണറായി വിജയനെ എന്തുകൊണ്ടാണ് ED ചോദ്യം ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് പിണറായി വിജയനെ CBI അറസ്റ്റ് ചെയ്യാത്തത്. ഇത് മോദിയും പിണറായി വിജയനും തമ്മിലുള്ള ചില അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന രീതിയിൽ ചോദ്യം ചെയ്യാണ്. ആ ഇടിമുറിയിൽ പോയി തിരിച്ചെത്തിയ ഒരു നേതാവും അവരുടെ സഹകരണത്തിൽ നിൽക്കുന്ന, സഖ്യത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയും അതുപോലെ പോകണം എന്ന് ആഗ്രഹിക്കില്ല. ആര് പറഞ്ഞു ആഗ്രഹിക്കില്ലെന്ന്? ഞാൻ ആഗ്രഹിക്കുമല്ലോ.
ഇന്ത്യ സഖ്യത്തിൽ വരെ വിള്ളലുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് സ്വീകരിക്കുന്നത്. വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ട് അമ്മ എന്നോട് ക്ഷമിക്കും. ഈ രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്, അതായത് സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ത്യ സഖ്യം തന്നെ ഉണ്ടായത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എന്നാ എനിക്കത് ഓർമ്മയില്ല. ഇന്ത്യ സഖ്യം ഉണ്ടാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച പാർട്ടിയാണ് CPIM എന്നൊക്കെ ഈ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിട്ടുണ്ട് സീതാറാം യെച്ചൂരിയുടെ അനുശോചന യോഗത്തിൽ ഡൽഹിയിൽ. കാവടി കളിച്ചു പോയ ആളാ ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ?